ഇന്ന് 3 തവണയായി രാജ്യം ഭരിക്കുന്നത് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ എൻ.ഡി.എ സർക്കാരാണെങ്കിൽ അതിന് കാരണക്കാരനായത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന 2 തവണ യു.പി.എ സർക്കാരിൽ നയിച്ച അന്നത്തെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി തന്നെയാണെന്നതിൽ ഒരു സംശയമില്ല. പക്ഷേ ഇതേ മൻമോഹൻ സിംഗിന് പ്രധാനമന്ത്രി പദം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ബി.ജെ.പിയുടെ പിടിവാശി കൊണ്ട് തന്നെയാണ്. അതാണ് കാലം എല്ലാത്തിനും സാക്ഷി എന്ന് പറയുന്നത്. മൻമോഹൻ സിംഗിന് പ്രധാനമന്ത്രി പദം ലഭിച്ചത് ബി.ജെ.പിയുടെ കടുത്ത നിലപാടുകളെ തുടർന്നാണ്. ബി.ജെ.പിക്ക് അധികാരത്തിലേക്കുള്ള വഴി തെളിഞ്ഞതും മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് തന്നെയാണ്. അതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ മൻമോഹൻ സിംഗിന്റെ സ്ഥാനലബ്ധികളെല്ലാം അപ്രതീക്ഷിതമായിരുന്നു. 91-ൽ റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന മൻമോഹൻ സിംഗിനെ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവി മുൻനിർത്തിയാണ് ധനമന്ത്രിയാകാൻ ക്ഷണിച്ചത്. രാഷ്ട്രീയം തനിക്ക് പുതുതാണെങ്കിലും താൻ രാഷ്ട്രീയത്തിൽ പുതുമുഖനാണെങ്കിലും രാഷ്ട്രീയം തനിക്ക് വളരെ അനായാസം വഴങ്ങുമെന്ന് മൻമോഹൻ സിംഗ് തെളിയിച്ചു. പക്ഷേ ഭരണത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. എങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല കുതിപ്പിലും കിതപ്പിലുമൊക്കെ മൻമോഹൻ സിംഗ് എന്ന രാഷ്ട്രീയക്കാരന്റെ കയ്യൊപ്പുണ്ടായിരുന്നു. രാജ്യത്തിന്റെ ധനമന്ത്രി പദം പോലെ തന്നെ അപ്രതീക്ഷിതമായിരുന്ന പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മൻമോഹൻ സിംഗിന്റെ കടന്നുവരവ്. മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കിയത് നരസിംഹറാവു ആയിരുന്നെങ്കിൽ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വഴിയൊരുക്കിയത് അന്ന് ബി.ജെ.പിയുടെ പിടിവാശിയായിരുന്നു. സോണിയാഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ പാടില്ല എന്ന ബി.ജെ.പിയുടെ കടുത്ത നിലപാട്. 2004-ൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു.പി.എ സഖ്യം ബി.ജെ.പിയിൽ നിന്നും രാജ്യത്തിന്റെ അധികാരം തിരിച്ചു പിടിച്ചതാണ്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തന്നെ രാജ്യത്തിന്റെ പരമാധികാരമുള്ള പ്രധാനമന്ത്രിയാകുമെന്ന് വ്യക്തമായിരുന്നു. എ.ഐ.സി.സിയും അത് ഒപ്പിട്ട് തീരുമാനിച്ചു. എന്നാൽ സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്വമാണ് രാജ്യത്ത് പ്രതിപക്ഷത്തിന് തടസ്സമായി ഉന്നയിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ ആയുധവും. ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി എങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന പ്രചരണം അഴിച്ചുവിട്ടതോടെ കോൺഗ്രസിന് അപകടം മനസ്സിലായി. ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർ തന്നെയാകണം. ബ്രിട്ടീഷുകാരെ പറഞ്ഞു വിട്ടിട്ട് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നെങ്കിലും അതേ മഹാത്മാഗാന്ധിയുടെ പേര് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വിദേശ പൗരയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയമായും സാമൂഹികമായും എത്ര വലുതായിരിക്കുമെന്ന് അന്ന് കോൺഗ്രസ് മണത്തറിഞ്ഞു. ഇതോടെയാണ് മറ്റൊരു പേര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കണ്ടെത്താൻ കോൺഗ്രസ് നിർബന്ധിതമായത്. അവിടെയാണ് ബി.ജെ.പിയുടെ തന്ത്രങ്ങൾ ആദ്യമേ വിജയിച്ചത്. സംഘപരിവാർ ഉയർത്തുന്ന വിദേശ പൗരത്വ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കോൺഗ്രസ് കണ്ടെത്തിയത് അന്നത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ രാഷ്ട്രീയത്തിലെ മൻമോഹൻ സിംഗിനെ തന്നെയായിരുന്നു. അദ്ദേഹത്തെ പ്രധാനമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കാൻ മറ്റൊരു കാരണവും ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ കോൺഗ്രസുമായി ഏറെ അകൽച്ചയിലായി സിഖുകാർ. ആ സിഖ് വിഭാഗക്കാരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ മൻമോഹൻ സിംഗ് എന്ന സിഖുകാരനെ പ്രധാനമന്ത്രിയാക്കുന്നതിലൂടെ കഴിയുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടി. അത് വർക്കൗട്ട് ആവുകയും ചെയ്തു. ഇതോടെ തുടർച്ചയായ 10 വർഷം 2 യു.പി.എ സർക്കാരുകളെ ഭരിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കാൻ മൻമോഹൻ സിംഗിന് മുന്നിൽ വഴിതെളിഞ്ഞു. 2004 മെയ് 22-ന് യു.പി.എ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തു. 2009-ൽ പ്രധാനമന്ത്രി പദത്തിൽ രണ്ടാമത്തെ ഊഴം. 2014 മെയ് 26-ന് ആ 10 വർഷത്തെ കസേര അദ്ദേഹം ഒഴിഞ്ഞുകൊടുത്തു. ദേശീയ റൂറൽ ഹെൽത്ത് മിഷൻ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരണം, വിവരാവകാശ നിയമം, ഇതൊക്കെ നാം മുന്നിൽ കാണുമ്പോൾ ഓർക്കേണ്ടത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ തന്നെയാണ്. എങ്കിലും രണ്ടാം യു.പി.എ സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്ന വിവിധ അഴിമതി ആരോപണങ്ങൾ കോൺഗ്രസിനെ തകർത്തുകൊണ്ടിരുന്നു. ഈ അഴിമതിക്കെതിരെ ജനം പ്രതികരിക്കുക കൂടി ചെയ്തപ്പോൾ നരേന്ദ്രമോദിയുടെ അധികാരത്തിലുള്ള ഒന്നാം ബി.ജെ.പി സർക്കാർ 2014-ൽ അധികാരത്തിലെത്തി. അവിടെയായിരുന്നു ഒരിക്കലും യു.പി.എ സർക്കാരിന് കീഴിൽ അഴിമതി പുറലാത്ത ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന രാഷ്ട്രീയക്കാരന്റെ റോൾ. 10 വർഷം യു.പി.എ സർക്കാർ ഭരിച്ചിട്ട് അടുത്ത ടൈം അദ്ദേഹം ബി.ജെ.പിക്ക് കൈമാറുകയും ചെയ്തു. എതിരാളികൾ പോലും അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ തയ്യാറായിരുന്നില്ല. മൗനി ബാബ എന്ന് പ്രതിപക്ഷം കളിയാക്കുമ്പോഴും തന്റെ നിലപാടുകൾ അദ്ദേഹം പാർലമെന്റിലും പൊതുവേദികളിലും തുറന്നടിച്ചിരുന്നു. മൻമോഹൻ സിംഗ് തുടങ്ങിവെച്ച മാറ്റത്തിന്റെ ഗുണഫലം കൊയ്യാൻ കോൺഗ്രസിനായില്ല എന്നതാണ് ഏറ്റവും വലിയ കോട്ടം. ആ നേട്ടം കൊയ്തത് മൊത്തം ബി.ജെ.പിയാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ചാക്കോൾ ജില്ലയിലെ ഗാഹ് ഗ്രാമത്തിൽ 1932-ൽ ജനിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയതും ഇന്നും അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ ഒരു ഓർമ്മയായി നിലനിൽക്കുന്നതും.